എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകി ഒരു മാസികയൊക്കെ മറിച്ചു നോക്കി ഹാളിൽ ഇരിക്കണ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വരുവാണ്. ജലജ വന്നിട്ടുണ്ട്. ജാനകി, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാ. എന്താ ജലജ, എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ജാനകി. അത് പിന്നെയുണ്ടല്ലോ, ഏട്ടത്തേക്ക് ഇത് എന്ത് പറ്റി? ഏട്ടത്തേക്ക് എന്ത് പറ്റാനായിട്ട്? അവളുണ്ടല്ലോ ആ നയന, അവളോട് മുമ്പെങ്കും ഇല്ലാത്തൊരു സ്നേഹം എപ്പോഴെന്ന് പറയണ. സ്നേഹോ? അവളെ എന്നെ കണ്ണെടുത്താൽ ഏട്ടത്തേക്ക് കാണത്തില്ലല്ലോ. കാണത്തില്ല എന്നൊക്കെ നമ്മളെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടെന്ന് പറയണം. ഇത് കുറച്ചു മുമ്പ് തന്നെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ നയനയ്ക്ക് കഷായമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടത്തി നയനെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടത്തിയുടെ ഭാവം മാറിയതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അങ്ങനെ ഭാവം മാറ്റേണ്ട കാര്യം ഏട്ടത്തേക്ക് എന്തായിരിക്കണേന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അല്ല, അവൾക്ക് എന്തിനാ കഷായമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തെ. അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയാം. ഒരു കാര്യം ഉറപ്പാ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഏട്ടത്തേക്ക് മുഴുവൻ മാറ്റം ഉണ്ടായിരിക്കുന്നു പറയണം. ജാനകി പറഞ്ഞു, ഒരു പക്ഷേങ്കില് അജയേട്ടനും ആദർശവും ഒക്കെ ഇനിയിപ്പോ ഏട്ടത്തിനെ വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ചിട്ടാണോ? അറിയത്തില്ല. ഏട്ടത്തി അവരെ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നയനെ ഇമ്മാതിരി സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അടുക്കളയില് ഇപ്പൊ ഏട്ടത്തി സദാസമയം അതോ നയനയ്ക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഏട്ടത്തിക്ക് താല്പര്യം. അവളെ തീറ്റിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതെന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ലാത്ത. ജാനകി ഒന്ന് ഓർത്തു നോക്കിയേ. മുമ്പാണെങ്കിൽ അനാമികമ്മളുടെ പുറയായിരുന്നു ഈ പറയുന്ന ഏട്ടത്തി. ഇപ്പോഴാണെങ്കിലോ അനാമികമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അടുത്തു പോയിരുന്ന് സംസാരിക്കാനോ ഒന്നിനും പോലും ഏട്ടത്തിക്ക് സമയമില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്ന ഏട്ടത്തിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല. അങ്ങനെ സ്നേഹം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. ശരി, പക്ഷെ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഒരു പക്ഷേങ്കിലുണ്ടല്ലോ ഈ പറയുന്ന ഏട്ടത്തി അവളും തമ്മിൽ പിണക്കമാണെ കുഴപ്പമില്ല. ഏട്ടത്തിക്ക് അവളെ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ അവർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അതോടുകൂടി തീർന്നു. അവൾ ഈ അനന്തപുരി തറവാട് പിടിച്ചെടുക്കും, ആ നയനെന്ന് പറയുന്നവള് എന്ന് പറയണം. ജാനകി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ജലജയ. പിന്നെ നമ്മുടെ അധോഗതിയാണ്. നമ്മളിവിടെ ഒന്നും അല്ലാതാവും. നമ്മൾക്കൊരു കറിവേപ്പിലയുടെ വില പോലും കിട്ടില്ല എന്ന് പറയണം. ഇനിയിപ്പോ എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയത്തില്ലാത്ത എന്നൊക്കെ ജലജ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ജാനകി ആലോചിച്ചു, ജലജ പറഞ്ഞൊക്കെ ശരിയായിരിക്കും എന്റെ ഭഗവാനെ. അങ്ങനെ എന്തേലും ആണെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ജീവിച്ചിട്ട് പോലും കാര്യമില്ല എന്നൊക്കെ ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയം കിടക്കാൻ നേരത്ത് അബി ഇങ്ങനെ കട്ടിലിരുന്ന് ആലോചിക്കുക. അപ്പൊ നവ്യ ബാത്റൂമിലേക്ക് പോയിക്കുമായിരുന്നു. അബി ആലോചിച്ചു, എന്റെ ദൈവമേ, ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതിയാണ് ജീവിതത്തിൽ നിന്ന്. പ്രഗ്നന്റ് അല്ലായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കായിരുന്നു. ഏതാണ്ട് നല്ല സുന്ദരി പെണ്ണിനെ എന്നിനെ കെട്ടണം. ഫോണിനകത്തേക്ക് നോക്കുവാണ്. 3-4 ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ സെറ്റ് ആക്കണം. അങ്ങനെയാണെ പിന്നെ ജീവിത സുഖകരവാ. കോടികളുടെ ആസ്തിയുള്ള പെൺകുട്ടികളെല്ലാം തന്റെ കൂടെ ഉള്ളത്. ആഹാ, അതിന് ഈ മാരണത്തെ ആദ്യം ഇങ്ങനെ ഒഴിവാക്കണം. കുഞ്ഞ് ജനിച്ചാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. കുഞ്ഞും കൂടെ ജനിച്ചാൽ പിന്നെ തന്റെ അവസ്ഥ അതോ ഗതിയാവും. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഗൾഫ് കോളാണല്ലോ. ഗൾഫിൽ നിന്ന് ആരാ തന്നെ ഇപ്പൊ വിളിക്കാനായിട്ട്? അങ്ങനെ അബി കോൾ എടുക്കുവാണ്. കോൾ എത്തുമ്പോ സ്ത്രീ ശബ്ദം കേട്ടെ. സ്ത്രീ ശബ്ദം, ഇതാരാ കൊണ്ടൊന്നും മനസ്സിലായില്ല അബിക്ക്. പിന്നീട് അബിയോട് ചോദിച്ചു, എന്നെ മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഇത്ര പെട്ടെന്ന് തന്നെ മറന്നുപോയോ? ഞാൻ അനഹയാന്ന് പറയണം. അനഹയോ? അനഹേനെ മറന്നുപോയോ? ഗൾഫിലേക്ക് അന്ന് ഫ്ലൈറ്റ് കയറ്റിവിട്ട് ഓർമ്മയില്ലെന്ന് ചോദിക്കും. പെട്ടെന്ന് അബി ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, ഇവളെന്തിനാ പോലും വിളിച്ചേ? അതെ, ഞാൻ അങ്ങോട്ടേക്ക് വരുവാ. ഞാൻ മാത്രമല്ല, എന്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയുടെ കൂടെ കുഞ്ഞ്, ഞാനും കുഞ്ഞും കൂടെ അങ്ങോട്ടേക്ക് വരുവാന്ന് പറയണം. അല്ല, നീ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് ഇനിയിപ്പോ കല്യാണം കഴിച്ചെന്നങ്ങാനും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ ഇനിയിപ്പോ കല്യാണം കഴിച്ചില്ലേ പോലും പറയും കല്യാണം കഴിച്ചെന്ന് എന്നോട് പറയുള്ളൂ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരുവാ, പിന്നെ അറിയാലോ എന്തൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് കോളം കൂടെ കട്ട് ചെയ്യുവാണ്. ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അബി. അപ്പോഴേക്കാണ് ബാത്റൂമിൽ നിന്ന് നവ്യ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. നവ്യ വന്നിട്ട് ചോദിച്ചു, ആരാ വിളിച്ച അബി? എന്താന്ന് ചോദിക്കണം. അത് പിന്നെ ഗൾഫ് കോളാന്ന് പറയണം. ഗൾഫീന്നോ? ആൺസുഹൃത്താണോ പെൺസുഹൃത്താണോന്ന് ചോദിക്കാം. ഇതൊക്കെ നീ എന്തിനാ അറിയണേ? അല്ല, നിന്റെ സ്വഭാവമായതുകൊണ്ട് നിനക്ക് ആൺസുഹൃത്തുക്കൾ കുറവാ, നിനക്ക് പെൺസുഹൃത്തുക്കളാണല്ലോ കൂടുതല്. അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞോളൂ, ഈ പാതിരാത്രിക്കും പെൺകുട്ടികൾ വിളിക്കണമെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നും അല്ലോന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളെ ഇതുവരെ നീ എന്നെ ഒന്നും സ്നേഹിച്ചിട്ടില്ല. അല്ല, നിനക്ക് സ്നേഹിക്കാനോട്ട് സമയം കിട്ടിയിട്ടില്ല. നിനക്ക് വേറെ പെൺകുട്ടികളുടെ പുറകെ പോകാനായിരുന്നു താല്പര്യം കൂടുതൽ. പക്ഷെ അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല.
എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്, ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയാം. കേട്ടാ അഭി പറഞ്ഞു, മനുഷ്യൻ അല്ലേ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, ഒന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോന്ന് ചോദിക്കാം. അതെ, നിന്റെ തലയ്ക്ക് അല്ലേ തന്നെ ഭ്രാന്താണല്ലോ. ആ ഭ്രാന്തിനകത്ത് പെട്ടുപോയതാണല്ലോ ഞാനും, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് പോയി കിടക്കുവാണ്. ഈ സമയം അഭി ഇങ്ങനെ കിടക്കുക. കിടന്നിട്ട് അഭിക്ക് ഉറങ്ങാൻ പറ്റുമോ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും അഭി ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണുന്നേ. അഭിക്ക് സങ്കടമാണോ ദേഷ്യമാണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അഭിയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ, അനഘയെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുവാണ്. താന് അത്യാവശ്യമായിട്ട് തന്നെ കാണണമെന്ന് പറഞ്ഞ് അനഘ വിളിച്ച് അങ്ങനെ അഭി കടൽപ്പുറത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അനഘ വന്നിറങ്ങിയിട്ട് അബിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അബി ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണ. അല്ല, നീ എന്തെന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? അതാ പറഞ്ഞൊരു സന്തോഷ വാർത്തയുണ്ടെന്ന്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അത് പിന്നെ നീ ഒരു അച്ഛനാവാൻ പോവാന്ന് പറയണ. അച്ഛനാവാനോ? നീ എന്തൊക്കെയാ അനഘയെ പറയണെന്ന് ചോദിക്കും. എന്താ ഞാൻ പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കും. നീ ഒരു അച്ഛനാവാൻ പോവാ. ഇത് കേട്ടതും പെട്ടെന്ന് അബിക്ക് ഒരു ഞെട്ടലുണ്ടായി. ഈ സമയം അനഘ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എന്റെ കഴുത്തിലൊരു മിന്നു കെട്ടണമെന്ന്, എത്രയും പെട്ടെന്ന് ഒരു താലി കെട്ടണമെന്ന് പറയാം. അബി പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല, എന്റെ വീട്ടിലെ സ്വഭാവം നിനക്കറിയാലോ, എന്റെ വലിയ തറവാട്ടുകാരാ, അവരൊന്നും സമ്മതിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ബന്ധത്തിന് ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്ന് പറയാ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പോംവഴി പറഞ്ഞുതരാം. എന്താ, ഹോസ്പിറ്റലിൽ വല്ലതും പോകാനാണോ? അതിനുള്ള വഴി അങ്ങോട്ട് നീ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയണം. എടാ ദുഷ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോളറിന് കയറി പിടിക്കുകയാണ് അബിയുടെ. നിന്നെ കാണിച്ചു തരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അബി ഞെട്ടി എഴുന്നേറ്റു. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. പിന്നെ ക്ലോക്കെ നോക്കി, സമയമൊന്നും ആകുന്നില്ല, നേരം പോലും വെളുക്കുന്നില്ല. കുറച്ചു നേരം മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുവാണ്. അതിനുശേഷം വീണ്ടും വന്ന് കിടന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. രണ്ടാമത് അവള് തന്നെ കാണാനായിട്ട് വന്നേ. കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും താനുള്ളവളോട് പറഞ്ഞ വാക്കുകളൊക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ വയറ്റ് വളർന്ന കുഞ്ഞ് എന്റെ കുഞ്ഞാന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കുക. ഇത് കേട്ടത് അനഘ പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പുണ്ട്, അമ്മയാൻ പോകുന്ന സ്ത്രീക്കറിയാം അവളുടെ വയറ്റ് വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന്. അവൾ കൊലി തർക്കം ഉണ്ടാകത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് അഭി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവസ്ഥ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ എന്താളും കൈയേൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ അനഘ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല അബി, നീ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം. ഇത് കേട്ടത് അബി പറഞ്ഞു, നീ കൂടുതലൊന്നും കളിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ നീ വേണമായിരുന്നു പ്രിക്കോഷനൊക്കെ എടുക്കാനായിട്ട്, നിനക്കറിയായിരുന്നല്ലോ, നീ ഒരു പെണ്ണല്ലേ, ഇപ്പൊ ആണൊക്കെ ഇനിയിപ്പോ വഴി തെറ്റിപ്പോയാൽ പോലും പെണ്ണ് വേണമായിരുന്നു പെണ്ണിനെ കാത്തു സൂക്ഷിക്കാനായിട്ട്. എന്നിട്ട് അവൾ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട്, അല്ല സത്യം പറ, ഞാൻ അനന്തപുരിയിലെ കൊച്ചുമാനാന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ പരിപാടിക്ക് ഒപ്പിച്ചു വെച്ചേ? കാരണം നിനക്ക് അങ്ങോട്ടേക്ക് എങ്ങനെയല്ലോ ഓസ് കയറി വരണം, അതിനുവേണ്ടി നീ നടത്തിയ കാര്യങ്ങളല്ലായിരുന്നു ഇതെല്ലാം. നിന്റെ ആഗ്രഹം നടക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. എവിടെയോ പോയി ഏതൊരെണ്ണത്തിന് വയറ്റിലുണ്ടാക്കിയിട്ട് വന്നിട്ട് എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്നോ എന്നൊക്കെ അബി പറയാണ്. പറഞ്ഞു തീരുമല്ല, അബിയുടെ കർണം തീർത്തൊന്ന് പൊട്ടിക്കുവാണ് അവള്. നീ എന്താടാ ദുഷ്ട പറഞ്ഞേ എന്നും ചോദിച്ചോണ്ട് പെട്ടെന്ന് അബി ചാടി എഴുന്നേറ്റു. കാരണം പൊത്തുവാണ്. കാരണം ആ വേദന ഇപ്പോഴും പോയിട്ടില്ല. ആ ഒരു ചിന്ത അബിയുടെ മനസ്സിലേക്ക് വരുവാണ്. പെട്ടെന്ന് അബി ഇങ്ങനെ ചുറ്റും നോക്കി, ദൈവമേ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഉറങ്ങാനും പറ്റുന്നില്ലോ എന്നൊക്കെ കരുതുവാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പോഴേക്കുമാണ് നബി എഴുന്നേക്കുന്നത്. നബി എഴുന്നേറ്റ് ചോദിച്ചു, എന്താ അബി, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് അബി പറഞ്ഞു, എനിക്ക് ഉറക്കമില്ല, നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാ. വെറുതെ രാത്രി കുത്തിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ. അതെ, നിനക്ക് കിടന്നുറങ്ങാലോ, ഇവിടെ മനുഷ്യനെ തലയ്ക്കകത്ത് 100 കൂട്ടം ചിന്തകളാന്ന് പറയാ. നിനക്ക് എന്ത് ചിന്ത അബിയെന്ന് നബി ചോദിക്കുക. നീ ആ കമ്പനിയിലെ വെറും സ്റ്റാഫ് മാത്രമല്ലേ, നിനക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ലല്ലോ, ചിന്തിക്കുന്നതെല്ലാം ആദർശാണല്ലേന്ന് ചോദിക്കും. എന്നിട്ട് അവന്റെ ചിന്തയാണ് പോലും. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കാര്യം മാത്രമേ ഉള്ളോ? അല്ലല്ലോ, നിനക്ക് വേറെ എന്താണ് മലമറിക്കുന്ന പണിയുണ്ടല്ലോ. എടാ, നീ ഇന്ന് വരെ എന്നെ മര്യാദയ്ക്കൊന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഗർഭിണിയാന്നൊരു ചിന്ത നിനക്കുണ്ടോ? അതൊന്നും നിനക്കില്ലല്ലോ. നിനക്ക് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അതിനെക്കുറിച്ച് എടുത്തിട്ടല്ലേ നീ വേവലാതിപ്പെടുന്നേ. അതുകൊണ്ട് അത് അത്ര വലിയ കാര്യമാക്കേണ്ടതൊന്നുമില്ല. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം, മനുഷ്യന്റെ ഉള്ള ഉറക്കം കൂടെ കളയാനായിട്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയാലോ. രാത്രി ഉറക്കളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എടുക്കുമ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയാം. നിന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇത് കേട്ടത് അബി പറഞ്ഞു, മനുഷ്യന് സ്വസ്ഥത കഴിഞ്ഞിട്ട് കിടന്നുറങ്ങടി അവിടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് എഴുന്നേറ്റ് അതിലൂടെ ഇങ്ങോട്ട് നടക്കുവാണ്. എന്നിട്ടും അബിക്ക് സങ്കടമൊന്നും അടക്കാൻ പറ്റുന്നില്ല. അവള് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യുന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയാം. അബി പിന്നീട് അവസാനം അവളെ കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അവസാനം അവള് തൻ്റെ അടുത്തേക്ക് തന്നെ കാണാൻ വന്നേ. എന്നിട്ട് അനഘ പറഞ്ഞു, അതെ അബി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് അധികം കാലം ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വയറ്റിൽ കുഞ്ഞു ഉണ്ടെന്നറിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിടും. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നും കൂടെ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോവാം. നിനക്കറിയാലോ ഗൾഫിൽ എൻ്റെ ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന്.
പക്ഷെ എൻ്റെ ബന്ധുക്കാരുടെ അടുത്തേക്കൊന്നും അല്ല ഞാൻ പോണേ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യും. പക്ഷെ ഒരു കാരണവശാലും അതിനെ ഇല്ലായ്മ ചെയ്യത്തില്ല എന്ന് പറയണം. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്ന് പറഞ്ഞാല് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് എനിക്ക് എന്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും. അത് നീ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ? ഹും, എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവൾ അവസാനം പോയത്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവള് വരാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പാണ് അവള് വരുവാന്ന്. ഇനിയിപ്പോ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ഓർത്തിട്ട് അബിക്ക് നിയന്ത്രണം വിട്ടു പോവാണ്. ഇനിയിപ്പോ അവള് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാരും അറിയും എന്നൊക്കെ ഓർത്തിട്ട് ഉള്ള ഉറക്കം നഷ്ടപ്പെട്ട അബി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.